അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തത നൽകുന്ന തുമൈനീന 30 ഡേയ്സ് മെൻ്റൽ പീസ് ചാലഞ്ചിൻ്റെ 26ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ചില നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും മനസ്സമാധാനത്തെയും തകർത്തു കളയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. ഇമോഷണൽ റിയാക്ടിവിറ്റി എന്ന് പറയും. അതായത് വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ശീലം. നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ നമുക്കിഷ്ടപ്പെടാത്ത ഒരു വാക്കോ പെരുമാറ്റമോ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഒട്ടും ആലോചിക്കാതെ കേട്ട പാതി കേൾക്കാത്ത പാതി പെട്ടെന്ന് തിരിച്ച് രോഷത്തോടെ പ്രതികരിക്കും. അതിനുശേഷം ശാന്തമായിരുന്ന് ആലോചിക്കുമ്പോൾ ആയിരിക്കും നമുക്ക് കടുത്ത കുറ്റബോധം തോന്നുന്നത്. ഞാനന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എൻ്റെ നിയന്ത്രണം പോയി എന്ന്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയമായി നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന സ്ട്രെസ്സും ദേഷ്യവും നിയന്ത്രിക്കുന്നത് അമിഗ്ഡാല എന്ന ഇമോഷണൽ സെന്ററാണ്. പെട്ടെന്നൊരു പ്രകോപനം വരുമ്പോൾ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് ചിന്തിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ അമിഗ്ഡാല നമ്മുടെ സിസ്റ്റത്തെ പൂർണ്ണമായി ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് സയൻസിൽ അമിഗ്ഡാല ഹൈജാക്ക് എന്ന് പറയുന്നത്. അതായത് ചിന്തിക്കാനുള്ള സമയം തലച്ചോറിന് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പ്രതികരിച്ചു പോകുന്നു എന്നുള്ളത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ആത്മീയതയും ഖുർആനും തമ്മിൽ നോക്കുക എന്ന് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൽ ആൽ ഇംറാനിൽ പറയുന്നുണ്ട്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാദിമീന അയ്ള വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. സന്തോഷത്തിലും പ്രയാസത്തിലും ഒരുപോലെ ദാനം ചെയ്യുകയും തങ്ങൾക്ക് കോപം വരുമ്പോൾ അത് അടിച്ചമർത്തുകയും ജനങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവരാണവർ. നന്മ ചെയ്യുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയുന്നത് നോക്കൂ, അവർക്ക് ദേഷ്യം വരാറില്ല എന്നല്ല, മറിച്ച് ദേഷ്യം വരുമ്പോൾ അതിന് അടിമപ്പെടാതെ അതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ റിസ്ട്രെയിൻ അല്ലെങ്കിൽ പോസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു എന്നതാണ്. മറ്റൊരു ആയത്തിൽ, അതായത് സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നുണ്ട്, വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. പരമ കാരുണികനായ അള്ളാഹുവിൻ്റെ അടിമകൾ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണ്. വിവരമില്ലാത്തവർ പ്രകോപനമായ വാക്കുകളുമായി അവരോട് സംസാരിച്ചാൽ അവർ സലാം എന്ന് പറഞ്ഞ് അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് പിന്മാറുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച വലിയൊരു തത്വമുണ്ട്. ഗുസ്തിയിൽ അപരനെ വീഴ്ത്തുന്നവനല്ല ശക്തൻ, മറിച്ച് ദേഷ്യം വരുമ്പോൾ സ്വന്തം മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ശക്തൻ എന്നുള്ളത്. നമ്മുടെ മനസ്സിൻ്റെ ശാന്തത എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ആരെങ്കിലും കൊണ്ടുതരുന്ന ഒന്നല്ല. ആര് നമ്മളെ പ്രകോപിച്ചാലും പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ അള്ളാഹുവിനെ ഓർത്ത് മനസ്സിനൊന്ന് ഒരു പോസ് അല്ലെങ്കിൽ ഒരു ഇടവേള നൽകുന്നതാണ് യഥാർത്ഥ തുമൈനീന എന്ന് പറയുന്നത്. ഇതിലൂടെ ഇന്നത്തെ നമ്മുടെ പ്രാക്ടിക്കൽ ടാസ്ക് എന്ന് പറയുന്നത് ദ 5 സെക്കൻഡ് സാക്രഡ് ഫോസ്, അതായത് 5 സെക്കൻഡ് ഒന്ന് പോസ് ചെയ്ത് നിൽക്കുക. ഇന്ന് നിങ്ങളുടെ വീട്ടിലോ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴോ ആരെങ്കിലും നിങ്ങളെ പ്രകോപിക്കുകയോ ദേഷ്യം പിടിപ്പിക്കുകയോ ചെയ്താൽ നാക്കുകൊണ്ട് പെട്ടെന്ന് മറുപടി പറയാതെ, മറിച്ച് മനസ്സിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലി സമാധാനത്തോടെ 1 മുതൽ 5 വരെ മനസ്സിലെണ്ണുക. അപ്പോൾ തലച്ചോറിലെ അമിഗ്ഡാല ശാന്തമാവുകയും നിങ്ങളുടെ ബുദ്ധി ഉണരുകയും ചെയ്യും. അതിനുശേഷം മാത്രം വളരെ മാന്യമായി ശാന്തമായി സംസാരിക്കുക.
അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, ഈ 5 സെക്കൻഡ് ഗ്യാപ്പ് നിങ്ങളുടെ തലച്ചോറിനെയും മനസ്സിനെയും വിവേകത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ മനസ്സമാധാനത്തിൻ്റെ കൺട്രോൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന നിങ്ങളുടെ തീരുമാനമായിരിക്കണം അത്. ഇന്നത്തെ ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളുടെ ചിന്തകളും ഇന്നത്തെ ഈ പ്രാക്ടിക്കൽ ടാസ്ക് നിങ്ങൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും താഴെ കമൻ്റായി തീർച്ചയായും കുറിക്കുക. നമ്മുടെ ആത്മാവിന് ശാന്തത നൽകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ നാളെ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.